ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സോൾ ട്രേഡറിന്റെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അഡ്ജസ്റ്റ്മെന്റ്സും എല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് പഠിക്കാനുണ്ട്. അഡ്മിഷൻ, റിട്ടയർമെന്റ് ഇതൊക്കെ പഠിക്കാനുണ്ട്. പക്ഷെ ഞാൻ അതിന് മുന്നേ ആയിട്ട് കമ്പനീസിന്റെ അക്കൗണ്ട്സിലോട്ട് കിടക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ സിലബസിലുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചായിരുന്നോ? അല്ലെങ്കിൽ നമ്മൾ സിലബസ് അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും സിലബസിൽ നമുക്ക് എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിൽ തന്നെ അക്കൗണ്ടൻസിയിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നുള്ളത് സിലബസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് എന്നുള്ളത് അതിൽ ഒരു ടോപ്പിക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ ഫൈനൽ കമ്പനീസിന്റെ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് നോക്കി പോവാം. അപ്പോൾ ഇന്ന് അതാണ് എടുക്കുന്നത്. ഇന്ന് അതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാലോ അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നാലോ ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ആ ഒരു രീതിയിലായിരിക്കും ഞാനിവിടെ ക്ലാസ് എടുത്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ കഴിഞ്ഞ ക്ലാസ്സിലെ എൻഡിൽ ഒരു നമ്പർ കൊടുത്തിരുന്നു, വാട്സാപ്പ് ഗ്രൂപ്പിന്റെ നമ്പർ ഞാൻ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവർ, താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അല്ല. ഞാൻ എന്നെ കൊണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നോട്ട്സ് പ്രധാനപ്പെട്ട നോട്ട്സ് മീൻസ് നിങ്ങൾക്ക് പഠിക്കാൻ, അതായത് നമ്മൾ ക്ലാസ് എടുത്ത് പോകാതെ തന്നെ നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കാൻ പറ്റുന്ന ഏരിയാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. കാരണം അപ്പൊ നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ആ ഒരു ഇത് മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാമല്ലോ. അപ്പൊ അത് എനിക്കൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ നോക്കാം. അപ്പൊ അതിനു മുന്നേ കമ്പനി എന്താണെന്ന് അറിയണം അല്ലെ? കമ്പനി. അപ്പൊ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് അല്ലെ? കമ്പനി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് അല്ലെ? ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉള്ള ഒരു നിലനിൽപ്പുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് കമ്പനിയെ കണക്കാക്കുന്നത്. ഓരോരുത്തർ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമിലും സോൾ ട്രേഡറിലും ഒക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന്റെ, ക്യാപിറ്റലിന്റെ കാര്യത്തിലാണെങ്കിലും അതിന്റെ ഓവറോൾ മാനേജ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലയബിലിറ്റി ആ ഒരു ബിസിനസ് നടത്തുന്ന ആൾക്ക് ഈ ഒരു സോൾ ട്രേഡിംഗ് കൺസേണിലൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു പോരായ്മകൾ, പാർട്ട്ണർഷിപ്പിന്റെയും സോൾ ട്രേഡിംഗ് കൺസേൺസിന്റെയൊക്കെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് വേറെ ഏതൊരു രീതിയിലുള്ള ഓർഗനൈസേഷനാണ് നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു ഇതിൽ നിന്നാണ് ജോയിൻസ് ടു കമ്പനി എന്ന ഒരു ആശയം കടന്നു വരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ് എന്ത്? ജോയിൻസ് ടു കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനീസിനെ 1956 കമ്പനീസ് ആക്ട് 1956 സെക്ഷൻ 31 കമ്പനീസ് ആക്ടിലെ 1956 സെക്ഷൻ 31 കമ്പനിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് എന്ന കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് ഫോം ചെയ്തിരിക്കുന്ന കമ്പനീസിനെയാണ് കമ്പനി എന്ന് പറയുന്നത് എന്നാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ പല ടൈപ്പിലുള്ള കമ്പനീസ് ഉണ്ട്. അപ്പൊ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഫോം ചെയ്തിരിക്കുന്ന കമ്പനീസ് ഉണ്ട്. അതല്ല ചാർട്ടേഡ് കമ്പനീസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ഉണ്ട്. പാർലമെന്റിൽ ഏതെങ്കിലും നിയമങ്ങളൊക്കെ വഴി രൂപീകൃതമായിട്ടുള്ള കമ്പനീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ നിലവില് നമുക്ക് കമ്പനി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന്, അതിനെന്താണ്, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതായത് സ്വന്തമായ രീതിയിൽ പ്രോപ്പർട്ടീസ് വാങ്ങാം, മറ്റുള്ളവരുമായിട്ട്
കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അങ്ങനെയൊക്കെയുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള അത് നടത്തുന്ന ആളിൽ നിന്ന് എന്താണ് ഒരു വേറിട്ട ഒരു നിലനിൽപ്പുണ്ട്. സ്വന്തം രീതിയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ രീതിയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന അതുപോലെ തന്നെ ഒരു എക്സിസ്റ്റൻസ്, ഒരു ലീഗൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസ്. ഇപ്പൊ ഒരാളുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും തരത്തിലുള്ള ലീഗൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ കമ്പനിക്ക് അയാളുടെ പേരിൽ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ അയാൾക്ക് കമ്പനിയുടെ പേരിൽ കേസ് കൊടുക്കാനോ ഒക്കെ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഒരു എൻറ്റിറ്റി കമ്പനിയുടെ ഒരു സവിശേഷതയാണ്. അതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി. അപ്പൊ കമ്പനിയുടെ ഒരു പൊതു സ്വഭാവമാണ് ലിമിറ്റഡ് ലയബിലിറ്റി. അപ്പോൾ അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കമ്പനീസും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ജനറലി പറയുമ്പോൾ ലയബിലിറ്റി ലിമിറ്റഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഷെയർ ഹോൾഡർ അയാളുടെ കയ്യിലുള്ള ഷെയർസിന്റെ ഫേസ് വാല്യൂ എത്ര രൂപയാണോ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അത്രയും രൂപയ്ക്ക് മാത്രമേ അയാൾ ലയബിൾ ആവുന്നുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പൂട്ടി പോകുന്ന അവസരത്തിലോ കമ്പനിക്ക് ഒരുപാട് നഷ്ടങ്ങളോ കടങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ഒരിക്കലും പേഴ്സണലി അയാളുടെ പ്രോപ്പർട്ടീസ് അയാൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അതിലോട്ട് വിറ്റ് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ പേഴ്സണലി അയാളുടെ പ്രോപ്പർട്ടീസ് ഒന്നും അഫക്റ്റഡ് ആവുന്നില്ല. കാരണം അയാൾ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ അത് മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ അയാൾക്ക്. അതിനപ്പുറത്തേക്ക് ഒരു ബാധ്യത അയാൾക്ക് വരുന്നില്ല. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. അപ്പോൾ ഓണേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ് അല്ലെ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിൽ നിന്ന് ആരെ സെലക്ട് ചെയ്യും? കുറച്ച് പ്രതിനിധികളെ തെരഞ്ഞെടുക്കും. അവരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്, ആ കമ്പനി മാനേജ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഓണർഷിപ്പും മാനേജ്മെന്റും തമ്മിൽ ഒരു സെപ്പറേഷൻ വന്നു അല്ലെ. ഇനി ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മെമ്മോറാണ്ടത്തിന് ബേസ് ചെയ്തിട്ട് കമ്പനിയുടെ രണ്ട് ലീഗൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് മെമ്മോറാണ്ടോ ആർട്ടിക്കിളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കമ്പനി ലോയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന മാക്സിമം ഒരു കമ്പനിക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ മെമ്മോറാണ്ടത്തിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇനി റേസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പരിധിയിലും മുകളിലോട്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യേണ്ട വരും? അമെൻഡ് ചെയ്യേണ്ട വരും. ചേഞ്ചസ് വരുത്തിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ആ ക്യാപിറ്റൽ നമ്മൾ റേസ് ചെയ്യാനായിട്ട്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഇച്ചിരി സ്പീഡായിട്ടാണ് പറയുന്നത്, പക്ഷെ സ്പീഡായിട്ട് പോകേണ്ടടുത്ത് സ്പീഡായിട്ട് തന്നെ പോകണം. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. അപ്പൊ നമ്മള് നെക്സ്റ്റ് നോക്കിയാലോ. അപ്പൊ അടുത്ത ഒരു സ്വഭാവമാണ് പെർപ്പച്വൽ സെസഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ഉണ്ട് അല്ലെ. ഇതിനെന്താണ്? കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ഉണ്ട്. ഇതൊരു അടുത്തിടെ നിർത്തിപ്പോകുന്ന ഒരു കാര്യമല്ല. ഇതൊരു ലോങ് ടേമിലേക്കാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിന് നമ്മൾ സാധാരണ ഡിവിഡൻഡ് എന്നാണ് പറയുന്നത് അല്ലെ. പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ഡിവിഡൻഡ് രൂപേണ എന്താണ്? ലീഗൽ പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് അതെന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി കോമൺ സീല്. കമ്പനിക്ക് എപ്പോഴും എന്തുണ്ട്? ഒരു സിഗ്നേച്ചർ ഉണ്ട്. കമ്പനിയുടെ ലീഗൽ ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്ക് പോകുമ്പോഴും കമ്പനി ആ ഒരു സീലാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഇനി അതുപോലെ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് മെമ്പേഴ്സിന്, കമ്പനിയിലുള്ള മെമ്പേഴ്സിന് എന്ത് ചെയ്യാം? കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാം, ഇൻസ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യണം? ആസ് പെർ ലോ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യേണ്ടത് മെമ്മോറാണ്ടം, ആർട്ടിക്കിൾ, ഇതെല്ലാം നിർബന്ധമായിട്ടും ഒരു കമ്പനിക്ക് ഉണ്ടാവേണ്ടതാണ്. അതുപോലെ തന്നെ ആനുവൽ ഓഡിറ്റ് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം? ആനുവൽ ഓഡിറ്റ് നടത്തണം. അതുപോലെ തന്നെ അതിന്റെ റിപ്പോർട്ട് എന്ത് ചെയ്യണം? നീഡി പീപ്പിൾസിന് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർസ്, പബ്ലിക് കമ്പനീസിന്റെ ഷെയർസ് ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ഈസി ആയിട്ട് കൈമാറ്റം ചെയ്യാനായിട്ട് പബ്ലിക് കമ്പനീസിന് പറ്റും. പക്ഷെ പ്രൈവറ്റ് കമ്പനീസിന് അത് പോസിബിൾ അല്ല. ഔട്ട്സൈഡ് ആയിട്ടുള്ള സ്ട്രേഞ്ചേഴ്സിന് അത് എന്ത് ചെയ്യുക? അത് സെയിൽ ചെയ്യുന്നത്
പോസിബിൾ അല്ല. അപ്പോൾ പബ്ലിക് കമ്പനീസിനെ സംബന്ധിച്ച് ഷെയർസ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നേച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷനിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് കാണുമ്പോൾ അത് ഇതാണോ എന്നൊരു കൺഫ്യൂഷൻ വരരുത്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പറയുന്നതാണ്. ചാർട്ടേഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ ചാർട്ടർ അല്ലെങ്കിൽ ഒരു രാജ്ഞിയുടെയോ രാജാവിന്റെയോ ഒക്കെ വിളംബരം പ്രൊക്ലമേഷൻ ബേസ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് അത് റിലേറ്റഡ് ആയിട്ട് അതിനെ ബേസ് ചെയ്ത് ഫോം ചെയ്യുന്ന കമ്പനീസ് ആണ് ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഏറ്റവും വലിയൊരു ഉദാഹരണം ഉണ്ടല്ലോ, ഏതാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ, 1600-കളിൽ ഫോം ചെയ്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചാർട്ടേഡ് കമ്പനിക്ക് ഒരു ഉദാഹരണമാണ്. നെക്സ്റ്റ് വൺ സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ്. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞ വാക്കിന്റെ തന്നെ അർത്ഥം അറിയാലോ, എന്താണ്? പാർലമെന്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ എന്താണ് ഒരു ആക്ട് പാസ്സാക്കിക്കൊണ്ട് ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്പനീസ് ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ആർ ബി ഐ എങ്ങനെയാ രൂപീകരിച്ചിരിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്, RBI ആക്ട് 1934 പ്രകാരം അല്ലേ. അതുപോലെ LIC ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ്. LIC ഫോം ചെയ്തിരിക്കുന്ന LIC ആക്ട് 1956 ബേസ് ചെയ്തിട്ടല്ലേ. അപ്പൊ ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനിക്ക് ഉദാഹരണമാണ്. ഇനി നെക്സ്റ്റ് രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറയുന്നത് എന്തായിരിക്കും? കമ്പനീസ് ആക്ടിനെ ബേസ് ചെയ്തിട്ട്, കമ്പനീസ് ആക്ട് അനുസരിച്ച് കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ആണ്. കമ്പനീസ് ആക്ട് 2013 ബേസ് ചെയ്ത് എന്ത് ചെയ്യുക? രൂപീകരിച്ച കമ്പനീസ് ആണ് രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയോ? ഇത് ഫോർമേഷന്റെ ബേസിൽ, ഇൻകോർപ്പറേഷന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അടുത്തത് ലയബിലിറ്റി ബേസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എപ്പോഴും എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. എത്രയാണോ അവരുടെ കയ്യിലുള്ള ഷെയർസിന്റെ ഫേസ് വാല്യൂ അത്രയും മാത്രമേ അവര് ലയബിൾ ആകുന്നുള്ളൂ. പേഴ്സണലി അവർ എന്ത് ചെയ്യുന്നില്ല? ലയബിൾ ആകുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഈ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുന്നത്, അത് കൂടുതലും നമ്മുടെ ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവ് അല്ലാതെ തുടങ്ങുന്ന ടൈപ്പ് ഓഫ് കമ്പനീസ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ശരിക്കും എന്താണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയിൽ വരുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഷെയർ അല്ല, അവിടെ ഷെയർ ഹോൾഡേഴ്സ് എന്നല്ല പറയുന്നത്, കമ്പനിയുടെ മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഈ മെമ്പേഴ്സ് കുറച്ച് എമൗണ്ട് വൈൻഡിങ് അപ്പിന്റെ സമയത്തോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഡെറ്റ്സ് ഉണ്ടാകുന്ന സമയത്തോ ഒക്കെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് ഓൾറെഡി എഗ്രി ചെയ്തിട്ടുണ്ടാവും, ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവർ അത്രയും ആ ഗ്യാരണ്ടീഡ് എമൗണ്ടിന് മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ? ഈ മെമ്പേഴ്സ് ലയബിൾ ആവുന്നുള്ളൂ. അവിടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം. എന്തെങ്കിലും തരത്തിലുള്ള ക്ലബുകളൊക്കെ ചേർന്നിട്ട് ഒരു കമ്പനി പോലെ എന്തെങ്കിലും തരത്തിലുള്ള അസോസിയേഷൻസ് ഒക്കെ ചേർന്നിട്ട് ഒരു നോൺ പ്രോഫിറ്റ് മോട്ടീവായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പൊ അതൊക്കെ ഒരു കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിക്ക് ഉദാഹരണമാണ്. ഇനി അൺലിമിറ്റഡ് കമ്പനീസ് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അവിടെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല. അതായത് പേഴ്സണലി കൂടി അവരുടെ പ്രോപ്പർട്ടി കൂടി അതിൽ ഇൻവോൾവ് ആവുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഡെറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇൻവോൾവ് ആവുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി അടുത്തത് പബ്ലിക് ഇൻട്രസ്റ്റ്. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് അവിടെ പ്രൈവറ്റ് കമ്പനീനെ സംബന്ധിച്ച് മിനിമം 2, ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ്? മിനിമം 2 ആൻഡ് മാക്സിമം 100 എന്നാണ് പറയുന്നത്. മിനിമം 2 മാക്സിമം നമ്പർ 100. അപ്പോ ഈ ഷെയറിന്റെ ട്രാൻസ്ഫറബിലിറ്റി എന്താണ്?
റെസ്ട്രിക്റ്റഡ് ആണ്. ഷെയർ ഈസിലി എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് അല്ലെങ്കിൽ ഈ ഷെയർ ഹോൾഡേഴ്സിന് വെളിയിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഷെയർ കൈമാറാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ അത് പബ്ലിക് സബ്സ്ക്രിപ്ഷൻ ഷെയർ എന്ത് ചെയ്യുക, പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യാനും സാധിക്കില്ല. അതുപോലെ തന്നെ അവരുടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു വേർഡ് ആഡ് ചെയ്യേണ്ട വരും അല്ലെ, കമ്പനിയുടെ നെയിമിന്റെ കൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു വാക്കും കൂടെ ആഡ് ചെയ്യേണ്ട വരും. അതാണ് പ്രൈവറ്റ് കമ്പനി. ഇനി അപ്പോൾ ഈ ഫ്ലിപ്കാർട്ടും പേടിഎമ്മും ഒക്കെ ഉള്ള പോലുള്ള കമ്പനീസ് ഒക്കെ പ്രൈവറ്റ് കമ്പനീസിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് അവരുടെ ഷെയർസ് മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യാം, അല്ലെങ്കിൽ ഈസിലി ട്രാൻസ്ഫറബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി എന്ത് ചെയ്യാം, ഷെയർസ് ട്രേഡ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് എന്താണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അവിടെ ലിമിറ്റഡ് കമ്പനീസ് മാത്രമേ വരുള്ളൂ. പ്രൈവറ്റ് എന്നുള്ളതിന് പ്രൈവറ്റ് കമ്പനിക്ക് പ്രൈവറ്റ് എന്ന വാക്ക് PVT ഡോട്ട് അല്ലെ, പ്രൈവറ്റ് എന്നത് ആഡ് ചെയ്യും. പബ്ലിക്കിന് ലിമിറ്റഡ് കമ്പനീനെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ അല്ലെ. അതുപോലെ തന്നെ ഷെയർ ഇഷ്യൂ ചെയ്യാം, പബ്ലിക്കിന്ന് ഷെയർ എന്ത് ചെയ്യാം, പബ്ലിക്കിന്ന് എന്താ പറയുന്നത് ക്യാപിറ്റൽ റേസ് ചെയ്യുകയൊക്കെ ആർക്ക് ചെയ്യാം, പബ്ലിക് കമ്പനിക്ക് ചെയ്യാം. അത് ടാറ്റ കൺസൾട്ടൻസി സർവീസും HDFC ബാങ്കും ഒക്കെ എന്താണ് റിലയൻസ് ഇൻഡസ്ട്രീസും ഒക്കെ പബ്ലിക് കമ്പനിക്ക് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ 1 person കമ്പനി, ഓൺലി 1 person ആസ് എ മെമ്പർ, ഒരു മെമ്പർ മാത്രമുള്ള. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പബ്ലിക് കമ്പനിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം നമ്പേഴ്സ് 2 ആണ് കേട്ടോ. മിനിമം ഇവിടെ അല്ല, മിനിമം 2 അല്ല, മിനിമം 7 ആണ്. മിനിമം 7 മെമ്പേഴ്സ് എങ്കിലും വേണം. മാക്സിമത്തിന് ഒരു ലിമിറ്റ് ഒന്നും ഇല്ല. പക്ഷെ പ്രൈവറ്റിലാണെങ്കിൽ മിനിമം 2 ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ മാക്സിമം ഇവിടെ 100 എന്ന് പറയുന്നുണ്ട്. മിനിമം എന്താണ്, പബ്ലിക്കിന്റെ കേസിൽ മിനിമം 7ഉം പ്രൈവറ്റിന്റെ കേസിൽ മിനിമം 2 ആണ്. അപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തത് ഡൊമസ്റ്റിക് കമ്പനിയാണ്. അപ്പൊ ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഡൊമസ്റ്റിക് കമ്പനി. ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ആ കമ്പനിയുടെ ഓപ്പറേഷൻസ് ഇന്ത്യയിലായിരിക്കും, പക്ഷെ രജിസ്ട്രേഷൻ എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ആയിരിക്കും. അതാണ് എന്താ ഫോറിൻ കമ്പനി എന്ന് പറയുന്നത്. ഓപ്പറേഷൻസ് ഇന്ത്യയിലാണ്. അവർ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു അനുവാദം ഇന്ത്യൻ എന്താ പറയുന്ന ഗവൺമെന്റിന്റെ അടുത്ത് നിന്നൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെ ഇൻകോർപ്പറേഷനും ഒക്കെ രജിസ്ട്രേഷനും ഒക്കെ എവിടെയായിരിക്കും? ഫോറിൻ കൺട്രീസിലായിരിക്കും. അപ്പൊ മൈക്രോസോഫ്റ്റ്, സാംസങ് പോലുള്ള ആമസോൺ ഒക്കെ എന്താണ് ഈ ഒരു ഫോറിൻ കമ്പനിക്ക് ഒരു ഉദാഹരണമാണ്. അതുപോലെ ഗവൺമെന്റ് കമ്പനിയുടെ ഒരു പ്രത്യേകത, ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത് 51% അല്ലെങ്കിൽ 51% കുറയാതെ ഒരു ഷെയർ ക്യാപിറ്റൽ ഗവൺമെന്റിന്റെ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റിന് അത്രയും ഹോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനി എന്തായിരിക്കും? ഗവൺമെന്റ് കമ്പനി ആയിരിക്കും. അപ്പോൾ 51% അതിൽ കൂടുതലോ ഷെയർസ് ഒരു കമ്പനിയുടെ ഗവൺമെന്റിന്റെ പക്കൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹോൾഡിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഗവൺമെന്റ് കമ്പനി ആയിരിക്കും. ONGC അല്ലെ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ എന്താണ്? ഒരു ഗവൺമെന്റ് കമ്പനിക്ക് ഉദാഹരണമാണ്. അടുത്തത് എന്താണ്? ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ പോലെ 51% കുറയാത്ത ഒരു പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? മറ്റൊരു കമ്പനി, അതായത് എയും ബിയും 2 കമ്പനിയാണ്. ബിയുടെ 51% ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്താണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എയുടെ കൈവശം ഉണ്ടെങ്കിൽ എ എന്താണ്? ഹോൾഡിംഗ് കമ്പനിയാണ്. അപ്പൊ ബി എന്തായിരിക്കും? സബ്സിഡിയറി കമ്പനി. അതാണ് എയും ബിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ഒരു ഉദാഹരണം, ഇപ്പൊ ടാറ്റ സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയാണ്. അവരുടെ സബ്സിഡിയറിയാണ് ശരിക്കും ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽസ്, ടാറ്റ പവർ, ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഒക്കെ. അപ്പോ എന്താ പറയുന്നത്, ഹോൾഡിംഗ് കമ്പനിയുടെ ഒരു പ്രത്യേകത എന്താ? മറ്റേ കമ്പനിയില് സബ്സിഡിയറി കമ്പനിയുടെ 51% കുറയാത്ത പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആരുടെ കയ്യിലുണ്ടാവും? ഈ ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിലുണ്ടാവും. അതാണ് ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി.
ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അടുത്തത് ഒരു കമ്പനി ഷെയർ ക്യാപിറ്റലിനെ സംബന്ധിച്ച് ഓതറൈസ്ഡ്, രജിസ്റ്റേർഡ് ഓർ നോമിനൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിക്ക് മാക്സിമം റേസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് ഷെയർ ഇഷ്യൂ വഴി ഒരു കമ്പനിക്ക് മാക്സിമം റേസ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റലാണ്, മൂലധനമാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ, ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. ഇനി ഇഷ്യൂഡ് ക്യാപിറ്റൽ, ഒരു കമ്പനിക്ക് 10 ലക്ഷം രൂപ മാക്സിമം ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10 ലക്ഷമാണെന്ന് വിചാരിക്കുക. പക്ഷെ ഈ 10 ലക്ഷം ഉടനെ തന്നെ പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യോ? ഇല്ല. അത് എത്ര ഭാഗമാണോ പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത്, അതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഇഷ്യൂ ചെയ്തപ്പോ എത്ര ഭാഗമാണോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രയാണോ ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് സബ്സ്ക്രൈബ്ഡ് ഫോർ ബൈ പേഴ്സൺസ്. ഇപ്പൊ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർസ് നമ്മൾ ഒരു 16,000 ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ഷെയർ ആണോ ആളുകൾ വാങ്ങിച്ചിട്ടുള്ളത്, അതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി കോൾഡ് അപ്പ് എന്ന് പറഞ്ഞാലോ, നമ്മൾ ഈ 10 രൂപയും ഒറ്റയടിക്കല്ലായിരിക്കും. അപ്പോൾ ഒരു ഷെയറിന്റെ വാല്യൂ 10 രൂപയാന്ന് വിചാരിക്കുക. പക്ഷെ 10 രൂപയും നമുക്ക് ഒറ്റ തവണയായിട്ട് കൊടുക്കേണ്ട പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കും ഈ കമ്പനി റേസ് ചെയ്യുന്നത്. അപ്പോൾ അതില് ഇപ്പൊ നിലവില് നമ്മൾ എത്ര രൂപയാണോ നമ്മൾ ഈ പറഞ്ഞ ആളുകൾ, നമ്മുടെ ഷെയർ വാങ്ങിച്ചിട്ടുള്ള ആളുകളുടെ അടുത്തുനിന്ന് നമ്മളിപ്പോൾ നിലവിൽ റേസ് ചെയ്യുന്നത്, വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ അവരോട് ചോദിക്കുന്നത്, അടയ്ക്കാൻ പറയുന്നത്, ആ ഒരു എമൗണ്ട് ആണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും തുക അടയ്ക്കാൻ, അല്ലെ ഇത്രയും ഇപ്പൊ 10 രൂപയുടെ ഒരു ഷെയർ മേടിച്ച ഒരാളോട് ഇപ്പൊ 7 രൂപ നിലവിൽ ഇപ്പോ തരണം. അയാൾ എത്ര രൂപ, അയാൾ ഇപ്പൊ ഒരു 100 ഷെയറാ മേടിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 700 രൂപ അയാൾ തരണം. പക്ഷെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, 7 രൂപ തന്നില്ല. പക്ഷെ അയാൾ എന്താ തന്നിട്ടുള്ളൂ, 5 രൂപയെ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ആ 2 രൂപ എന്ന് പറയുന്ന അരിയർ, അല്ലെ, എന്താണ് തരാനായിട്ട് അടയ്ക്കേണ്ട തുകയായിരുന്നു. പക്ഷെ അയാൾ എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. അപ്പോ ഈ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് എന്തെങ്കിലും അരിയറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചതിന് ശേഷമുള്ളതാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതായത് എമൗണ്ട് ആക്ച്വലി പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡർ. ഒരു ഷെയർ ഹോൾഡർ ആക്ച്വലി ഷെയർ ഹോൾഡറിന്റെ പക്കൽ നിന്ന് നമുക്ക് കിട്ടിയ തുകയാണ്. ഇനി അൺകോൾഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു, ഒരു ഷെയറിന്റെ വില 10 രൂപയാണ്. അതിൽ 7 രൂപ വരെ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. ബാക്കി 3 രൂപയും നമുക്ക് കിട്ടാനുള്ളതല്ലേ. പക്ഷെ നമ്മളത് വിളിച്ചിട്ടില്ല, അല്ലേ? അതാണ് ആ വിളിക്കാത്ത ആ ഭാഗം. അതാണ് എന്ത്? എമൗണ്ട് വിച്ച് ഹാസ് നോട്ട് ബീൻ കോൾഡ് അപ്പ് ആസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. നമ്മൾ വിളിച്ചിട്ടില്ല, ഇത് നമ്മളത് വിളിച്ചിട്ടില്ല. അപ്പൊ അതാണ് എന്ത്? അൺകോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഇനി അടുത്ത എന്താണ്? unreserved capital, amount which can called up at any time by the discretion of board of directors. നമ്മൾ പറഞ്ഞില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് വിളിച്ചെടുക്കാം. അത് നമ്മൾ വിളിക്കാനുള്ളതാണ്, പക്ഷെ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കത് വിളിച്ചെടുക്കാം. അതാണ് അൺറിസർവ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ amount decided not to call up except in the event of winding up of a company. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്തല്ലാതെ ഇപ്പൊ അടുത്തിടെ ഒന്നും നമ്മളെ വിളിച്ചെടുക്കാൻ അല്ലെങ്കിൽ ആളുകളോട് ആവശ്യപ്പെടാത്ത ആ ഒരു ഭാഗം റേസ് ചെയ്യാത്ത എമൗണ്ട് ഓഫ് എന്താണ് ക്യാപിറ്റൽ ആണ് എന്ത്? റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതിൽ ഇത്രയും ഭാഗം ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വരെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് നാളെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും പറയുന്നത് മനസ്സിലായോ? ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. ഓക്കെ, അപ്പോ താങ്ക് യു.